Hello children. So നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെസണിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ലെസൺ ദ റേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെസണിലേക്ക് കടക്കാം, ലേണിംഗ് ദ ഗെയിം. ഓക്കെ, അപ്പോൾ ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി പോലുള്ള ഒരു ലെസണാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുറേ എക്സ്പീരിയൻസസ് നമ്മളുമായിട്ട്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ റിലേറ്റഡ് കുറച്ച് എക്സ്പീരിയൻസസ് അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ലെസണാണ് ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, so the story of Tarun highlights the importance of hard work, encouragement and motivation in achieving one's goal. അല്ലേ, അതായത് നമ്മൾ തരുണിൻ്റെ ലെസൺ പഠിച്ചു, ദ റേസ് എന്ന് പറയുന്ന ലെസൺ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക്, എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൻ്റെ എന്താണ് ആ ഒരു അച്ചീവിങ് വൺസ് ഗോൾ, ഒരാളിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ ഹാർഡ് വർക്ക്, എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ് അല്ലേ. ആൻഡ് നൗ ലെറ്റ്സ് റീഡ് ദ വേർഡ്സ് ഓഫ് ദ ലിവിങ് ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ അബൌട്ട് ഹിസ് എഫേർട്സ് ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ. അപ്പം നമുക്കറിയാം എന്താണ് വേൾഡ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലെജൻഡായിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെജൻഡായിട്ട് മാറാൻ സാധിക്കുമോ? പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അത്രയും മാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം എന്താണ് അങ്ങനെ ഒരു ലെജൻഡ് ക്രിക്കറ്ററായിട്ട് മാറിയത്. അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത, എൻകറേജ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് പ്രോപ്പർ കോച്ചിങ്ങും ഒക്കെ കിട്ടുകയും അദ്ദേഹത്തെ ആ ഒരു ഗൈഡ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുകയൊക്കെ ചെയ്തതുകൊണ്ടും ആ സിറ്റുവേഷൻസ് എല്ലാം അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വന്നതുകൊണ്ടും അദ്ദേഹം അത് വളരെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ക്രിക്കറ്റിലെ ആ ഒരു എന്താണ് ലെജൻഡായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ലെസൺ ലേണിംഗ് ദ ഗെയിം. ഓക്കെ, from a very early age, I played tennis ball cricket with my colony friends. I loved watching cricket on television and in our games. I often tried to emulate the mannerisms of my favorite players, Sunil Gavaskar and the West Indian legend Viv Richards. But it wasn't just the batsmen that I studied. I also loved bowling. Throughout my career, I have actually bowled a lot in the nets. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം എ വെരി ഏർലി ഏജ്, അപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ട് അദ്ദേഹം കളിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഒരു കോളനി പോലുള്ള ഏരിയയിലായിരുന്നു, അതായത് ഒത്തിരി വീടുകളൊക്കെ ഒരുപാട് അടുത്തടുത്തുള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു ഏരിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. സോ ഹി പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് ഹിസ് കോളനി ഫ്രണ്ട്സ്. അദ്ദേഹത്തിൻ്റെ കോളനിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ ആയിട്ട് ചേർന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇദ്ദേഹം പോകുമായിരുന്നു വളരെ കുഞ്ഞിലേ തന്നെ. ആൻഡ് ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ അവർ ഗെയിംസ്. ഐ ഓഫൻ ട്രൈഡ് ടു ഇമിലേറ്റ് ദ മാനറിസംസ് ഓഫ് മൈ ഫേവറേറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇദ്ദേഹം ടി വിയിൽ ഈ ക്രിക്കറ്റൊക്കെ കാണും. ഓക്കെ, ടി വിയിൽ ക്രിക്കറ്റൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സച്ചിൻ ചെയ്യുന്ന എന്താണെന്നോ അതെല്ലാം ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യും കേട്ടോ. ഫേവറേറ്റ് പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന്, സുനിൽ ഗവാസ്കർ, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് ആയിട്ടുള്ള വിവ് റിച്ചാർഡ്സ്, ഇവരൊക്കെ ആയിരുന്നു സച്ചിൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവരൊക്കെ കളിക്കുന്നത് ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും, ഇങ്ങനെ വാച്ച് ചെയ്യും, എങ്ങനെയാണ് അവരൊക്കെ കളിക്കുന്നത്, അവരുടെ മാനറിസംസ് ഒക്കെ നോക്കി വയ്ക്കും. എന്നിട്ട് താൻ ഗ്രൗണ്ടിൽ പോയി ഫ്രണ്ട്സുമായിട്ട് കളിക്കുമല്ലോ, കളിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും, താൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത ആ ഒരു മാനറിസംസ് ഒക്കെ ഇദ്ദേഹം അവിടെ പ്രാക്ടിക്കലാക്കും. അല്ലെങ്കിൽ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, തൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. ബട്ട് ഇറ്റ് വാസൻറ്റ് ജസ്റ്റ് ദ ബാറ്റ്സ്മെൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ഐ ഓൾസോ ലവ്ഡ് ബൗളിംഗ്. അപ്പോൾ ബാറ്റ്സ്മെന്നിനെ മാത്രമല്ല നമ്മുടെ സച്ചിൻ നോക്കി കണ്ടിരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നത്, പിന്നെയോ ബൗളേഴ്സിനെയും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ബൗളിംഗ് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ബാറ്റ്സ്മെന്നിനെ മാത്രമല്ല ബൗളേഴ്സിനെയും ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ബൗളിങ്ങിലും അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ആക്ച്വലി ബൗൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കറിയാമല്ലേ സച്ചിനെ നമ്മൾ ബാറ്റ്മാനായിട്ട് മാത്രമല്ല കണ്ടിട്ടുള്ളത്, പിന്നെയോ അദ്ദേഹം ബൗളിങ്ങും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ലൊരു ബൗളറും കൂടിയാണ്
ആര് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താണ് ആ ഒരു ബാറ്റിങ്ങിലാണ് അദ്ദേഹം കൂടുതൽ സ്കോർ ചെയ്തത് എന്ന് മാത്രം അല്ലേ. എങ്കിലും ബൗളിങ്ങും അദ്ദേഹത്തിന് നന്നായിട്ട് ഇഷ്ടവുമാണ്, അദ്ദേഹത്തിന് നന്നായിട്ട് വഴങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ബൗളിങ്ങും. ഓക്കെ, I was then studying in the New English School, Mumbai, but my brother Ajit knew that compared to other schools in Mumbai, Sharadashram Vidya Mandir, where Ramakant Achrekar sir was the cricket coach, gave due importance to the game of cricket. അപ്പം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആക്കി മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളുണ്ട്. അതായത് നമ്മുടെ സച്ചിൻ്റെ ബ്രദറായ എൽഡർ ബ്രദറായ അദ്ദേഹത്തിൻ്റെ സ്വന്തം മൂത്ത സഹോദരനായ അജിത്. ഓക്കെ, അജിത് ടെണ്ടുൽക്കർ. അദ്ദേഹം ആ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന സച്ചിനെ ലോകത്തിന് കിട്ടിയത്. അതായത് ഐ വാസ് ദെൻ സ്റ്റഡിയിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, മുംബൈയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ബ്രദർ അജിത്തിന് അറിയാം എൻ്റെ അനിയന് ക്രിക്കറ്റിൽ ഭയങ്കര ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ നല്ല മിടുക്കനാണ്, നന്നായിട്ട് അവൻ ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഈ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവന് പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് കിട്ടത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ് ആ അനുജന് കൊടുക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ അജിത്ത് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, എവിടെ പഠിപ്പിച്ചാലാണ് ആ ഒരു പ്രോപ്പർ ട്രെയിനിങ് കൂടെ കിട്ടുക എന്നുള്ളത് ഇങ്ങനെ തിരക്കുകയും അപ്പോൾ മനസ്സിലാക്കി ശാരദാശ്രം വിദ്യാമന്ദിർ, അവിടെ രമാകാന്ത് അജ്രേക്കർ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അപ്പോൾ രമാകാന്ത് അജ്രേക്കറിൻ്റെ കീഴിൽ കോച്ചിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിൽ വലിയ ഭാവി നേടാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ആര്, നമ്മുടെ സച്ചിൻ്റെ ബ്രദറായിട്ടുള്ള അജിത്ത്. അപ്പം അതാ പറയുന്നത്, നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇവിടെ അങ്ങനെ സച്ചിന് ബാക്ക് സപ്പോർട്ട് കൊടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറായ അജിത്ത്. ഓക്കെ, അപ്പോൾ he ran summer camps too. One day took me to the camp to get trained under sir. Anyone could come for a trial at the camp, but then it was up to sir to decide who to accept. I was 11 years old then. Ajrekar sir, as I refer to him, started playing cricket at the age of 11 in 1943, which is the age I was when I went to him for the first time. അപ്പം സച്ചിൻ പറയുകയാണ്, അപ്പം അജിത്ത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. അപ്പം അജ്രേക്കർ സാറിനെ കുറിച്ചൊക്കെ തിരക്കി. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം സമ്മർ ക്യാമ്പൊക്കെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ അജിത്ത് നമ്മുടെ സച്ചിനെയും കൂട്ടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ്, നമ്മുടെ അജ്രേക്കർ സാറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടണം, അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എനിവൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്. അപ്പോൾ സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ട്, അവിടെ ആർക്ക് വേണമെങ്കിലും ട്രയലിന് വേണ്ടിയിട്ട് വരാം, അവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് കളിക്കുകയൊക്കെ ചെയ്യാം. ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ ടു ഡിസൈഡ് ഹൂ ടു അക്സെപ്റ്റ്. ബട്ട് വന്ന് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ സാറിൻ്റെ മുന്നിൽ ജസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സാറ് തീരുമാനിക്കും ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്, ക്യാമ്പിലേക്ക് ആരെ എടുക്കണം എന്നുള്ളത്. ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് സാറിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. അല്ലാതെ ചെല്ലുന്ന എല്ലാവർക്കും ഒന്നും അവിടെ കൊടുക്കത്തില്ല സാറ്, സീറ്റ് കൊടുക്കത്തില്ല. ഐ വാസ് 11 years old then. അപ്പോൾ നമ്മുടെ സച്ചിന് ഇവിടെ ഈ ഐ എന്ന് പറയുന്നത് ഫുള്ള് സച്ചിനാണ് കേട്ടോ. സച്ചിൻ സ്വന്തമായിട്ട് നരേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇവിടെ ഐ വാസ് 11 years old then. അപ്പം നമ്മുടെ സച്ചിന് 11 years ഉള്ളൂ, വെറും 11 വയസ്സ് പ്രായമാണ് അന്ന്. അജ്രേക്കർ സർ, ആസ് ഐ റെഫർ ടു ഹിം, സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് ദ ഏജ് ഓഫ് 11 in 1943. അജ്രേക്കർ സർ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ 11 yearsലാണ്, 1943, വിച്ച് ഈസ് ദ ഏജ് ഐ വാസ് വെൻ ഐ വെൻറ്റ് ടു ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം സച്ചിൻ പറയുകയാണ്, ഞാൻ ആ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നേ ഉള്ളൂ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. I had never batted in the nets before and felt somewhat overawed with so many people around. When I was asked to bat, I was not at all comfortable. With sir watching me so closely, I failed to make an impact. അപ്പോൾ പറഞ്ഞു, അവിടെ ചെന്ന സമയത്ത് പറഞ്ഞു, അതിനെന്താ നെറ്റിൽ പോയി ബാറ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണ്. പക്ഷേ
എന്താണ് നമ്മുടെ സച്ചിൻ എന്തെന്നോ അതുവരെയും അങ്ങനെ നെറ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് നെറ്റിലൊന്നും എന്താണ് ബിഫോർ എന്ത് ചെയ്തിട്ടില്ല, ബാറ്റ് ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റിനും നിൽക്കണം. അവിടെ കോച്ചിങ്ങിന് വന്ന ആൾക്കാരും അതുപോലെ ഇതുപോലെ സെലക്ഷൻ ആവാൻ വേണ്ടി വന്ന ആൾക്കാരും ഒക്കെ, പിന്നെ അവരുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴും പിന്നെ പ്രാക്ടീസിൻ്റെ ഒരു കുറവ് കൊണ്ടും ഒക്കെ ആയിരിക്കാം, വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ബാറ്റ് ചെയ്യൂ എന്ന് സച്ചിനോട് പറഞ്ഞപ്പോൾ സച്ചിൻ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. അതായത് എന്താണ് എന്താണ് ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അച്രേക്കർ സാർ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്, ഈ കുട്ടിയെ സെലക്ട് ചെയ്യണോ എന്നിങ്ങനെ അദ്ദേഹവും നോക്കുന്നുണ്ട്. അപ്പം നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വീണ്ടും കുറയും അല്ലേ. ഇവിടെ അത് തന്നെയാണ് പറ്റിയത്. ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം എന്താണ്, ഐ ഫെയിൽഡ് ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. അച്രേക്കർ സാറിൻ്റെ മുന്നിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ആര് പരാജയപ്പെട്ടു? നമ്മുടെ സച്ചിൻ പരാജയപ്പെട്ടു പോയി. Sir called Ajit aside and informed him that I was perhaps too young to make the camp and suggested that he should bring me back when I was a little older. അപ്പോൾ നമ്മുടെ എന്താണ് അജ്രേക്കർ സാറ് എന്താണ് ബ്രദറിനെ അജിത്തിനെ വിളിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് എന്ത് പറഞ്ഞു എന്നോ, ആ എന്താണ് അജിത്തെ, എന്താണ് നമ്മുടെ സച്ചിൻ വളരെ കുഞ്ഞാണ്, അപ്പം അവന് ചിലപ്പോൾ ഈ ഒരു ക്യാമ്പൊന്നും എന്ത് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല, അതിൻ്റേതായ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല, അല്ലെങ്കിൽ അവന് ആ ഒരു ക്യാമ്പ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. സോ എന്ത് ചെയ്യുക, കുട്ടി കുറച്ചുകൂടി വലുതാവട്ടെ, കുറച്ചും കൂടി ഓൾഡർ ആയതിന് ശേഷം എന്ത് ചെയ്യാം, തിരിച്ച് കൊണ്ടുവന്നാൽ മതി, അന്നേരം നമുക്ക് നോക്കാം എന്നാണ് അജിത്തിനോട് സാറ് പറഞ്ഞത്. My induction into the Mumbai cricket circuit could have ended in failure, but for Ajit's insistence. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം വിചാരിച്ചു, ഓ എൻ്റെ എന്താണ് ക്രിക്കറ്റിൻ്റെ ലോകം കഴിഞ്ഞു, ഞാൻ ഫെയിലിയർ ആയി പോയല്ലോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് തോട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ബട്ട് അജിത്ത് സ്ട്രോങ് ആയിട്ട് നിന്നു, ഇല്ല ഇവനെ കൊണ്ട് പറ്റും, കാരണം അജിത്ത് കാണുന്നതാണല്ലോ നമ്മുടെ സച്ചിൻ്റെ ടാലൻറ്റ്. ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനി, അജിത്ത് ന്യൂ ഐ വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഫാർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അജ്രേക്കർ സർ. അപ്പം അജിത്തിന് മനസ്സിലായി സംതിങ് ഹാപ്പൻ ദയർ, എന്തോ ഒരു ഇൻഹിബിഷൻ കാരണമാണ് നമ്മുടെ സച്ചിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്തത്, നന്നായിട്ട് കളിക്കാൻ പറ്റാത്തത്. കോളനിയിൽ അവൻ്റെ പെർഫോമൻസ് കാണുന്നതാണ് അജിത്ത്. അപ്പോൾ അവിടെ കാണിക്കുന്നതിൻ്റെ ഒരു 1/4 അംശം പോലും അജ്രേക്കർ സാറിൻ്റെ മുന്നിൽ കാണിക്കാൻ സച്ചിന് സാധിച്ചിട്ടില്ല. He explained that I was nervous and asked sir to give me one more opportunity. അപ്പോൾ അജിത്തിന് സച്ചിൻ്റെ ടാലൻറ്റ്, റിയൽ ടാലൻറ്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ അജിത്ത് എന്ത് പറഞ്ഞു, സർ ഗീവ് ഹിം വൺ മോർ ഓപ്പർച്യൂണിറ്റി, ഒരു തവണ കൂടി, ഒരു അവസരം കൂടി അവന് കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. അപ്പോൾ സാർ ഇങ്ങനെ തൊട്ട് മുന്നിൽ ചെന്ന് നിന്ന് നോക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ സച്ചിന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ സാറ് ഇങ്ങനെ ആ ഒരു കീൻ ഒബ്സർവേഷൻ ചെയ്യാണ്ട് ഒന്ന് മാറി നിന്നിട്ട് അവന് ഒരു അവസരം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറിന് അവൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കാൻ പറ്റിയേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാർ എന്ത് ചെയ്തു, ഒരിക്കൽ കൂടി കളിക്കാൻ പറഞ്ഞിട്ട് ബാറ്റും ബോളും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, സാറ് മാറി നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് അവനെ വാച്ച് ചെയ്തു. Sir agreed. Before long, I was asked to bat again, and without sir's trained eyes scrutinizing me, also I thought I felt more at ease and soon started to hit the ball well. അപ്പോൾ എന്താ, ഇങ്ങനെ എന്താണ് മുന്നിൽ വന്ന് നിന്ന് ഒരാൾ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ മീൻസ് അത്രയും കീൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാതെ മാറി നിന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ അങ്ങനെ നോക്കാൻ ആരുമില്ല എന്നുള്ള ആ ഒരു തോന്നലിലായിരിക്കാം എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, എനിക്ക് ഇത്തവണ നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട്, ബോൾസിനെ എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു, നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. ദിസ് ടൈം സർ അഗ്രീഡ് ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും സാർ എന്നെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എഗ്രി ചെയ്തു. ഐ വാസ് ഡിലൈറ്റഡ് ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. അപ്പോൾ സച്ചിൻ പറയുകയാണ്, ആ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി, സാർ അന്ന് എന്നെ ആ ഒരു ക്യാമ്പിലേക്ക് എടുത്ത ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നത്തെ സച്ചിൻ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ആ ഒരു ക്യാമ്പിന് സാധിച്ചു, അല്ലെങ്കിൽ സാറിൻ്റെ ട്രെയിനിങ്ങിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ എഫേർട്ട് എടുത്തത് ആരാണ്, നമ്മുടെ
ആ അജിത്താണ് അല്ലേ? അജിത്തിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ അടുത്ത തവണ ആവട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാവട്ടെ എന്ന് കേട്ടപ്പോൾ കൊണ്ടിങ്ങി പോരായിരുന്നു. പക്ഷേ തൻ്റെ അനുജനിലുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അനുജന് താൻ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് അത്രയും വലുതായത് കൊണ്ട് തന്നെ അജിത്ത് എന്ത് ചെയ്തു, ആ അജിത്തിൻ്റെ ആ ഒരൊറ്റ നിർബന്ധത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിലാണ് അജ്രേക്കർ സർ ഒരു ചാൻസ് കൂടി കൊടുത്തത് അല്ലേ? അപ്പോൾ അത്രയും ആ ഒരു എന്താണ് സപ്പോർട്ടാണ് അജിത്തിൻ്റെ ഭാഗത്തുനിന്ന് സച്ചിന് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും കൂടി ആയപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സച്ചിൻ എന്താണ് ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. The camp involved a session every morning and evening at ശിവജി പാർക്ക്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശിവജി പാർക്കിൽ ക്യാമ്പ് സെഷൻസ് ഉണ്ട്. ഐ വുഡ് പ്രാക്ടീസ് ബിറ്റ്വീൻ 7:30 AM ആൻഡ് 10:30 AM ഇൻ ദ മോർണിംഗ്. അപ്പോൾ രാവിലെ 7:30 പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും, 10:30 വരെ പ്രാക്ടീസ് ഉണ്ടാവും. ദെൻ ഐ വുഡ് കം ബാക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. ദെൻ ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത പ്രാക്ടീസ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് വൈകുന്നേരം വരെ, ലേറ്റ് ഈവനിങ് വരെയൊക്കെ നീളാറുണ്ട്. The schedule was rigorous and I would be exhausted by the end of the day. അപ്പോൾ ഇതെന്ന് പറഞ്ഞപ്പോൾ രാവിലെ 7:30 to 10:30, പിന്നെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് ലേറ്റ് നൈറ്റ് വരെ, ലേറ്റ് ഈവനിങ് വരെ. അപ്പോൾ ഞാൻ വളരെയധികം ടയേർഡ് ആവുമായിരുന്നു. ഇങ്ങനെ ഭയങ്കര കുഞ്ഞല്ലേ, 11 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസിങ് കൂടെ ആകുമ്പോഴേക്കും ഞാൻ ഒത്തിരി ടയേർഡ് ആവുമായിരുന്നു. Traveling to Shivaji Park took 40 minutes from my house in Bandra and I had to catch an early morning bus to make it on time. മാത്രമല്ല ഒരു 40 മിനിറ്റ്സിൻ്റെ ട്രാവലിംഗ് ഉണ്ട് വീട്ടിൽ നിന്ന് ഈ ശിവജി പാർക്ക് വരെ. അപ്പോൾ ആ ഒരു 40 മിനിറ്റ്സ് ആ ഒരു ബസ് കിട്ടണമെങ്കിൽ എന്താണ് ലേറ്റ് മോർണിംഗിൽ എണീറ്റ് എന്താണ് ബസ് പിടിച്ചാലേ സമയത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ശിവജി പാർക്കിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത്ത് അക്കമ്പനീഡ് മീ ടു ഗെറ്റ് മീ യൂസ്ഡ് ടു ദ റൂട്ടീൻ. അപ്പോൾ ആദ്യമൊക്കെ അജിത്ത് കൂടെ വരുമായിരുന്നു. അജിത്തും കൂടെ വരും, ബസ്സിലൊക്കെ ഇവിടെ കയറി അവിടെ വരും, അവിടെ കൊണ്ടാക്കും, തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരും. കാരണം കൊച്ചല്ലേ, അപ്പോൾ ഒരു സ്ഥലവും യാത്രയും ഒക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അജിത്തും കൂടെ വരുമായിരുന്നു. During the bus journeys, he would talk to me about the nuances of batting ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദീസ് കോൺവെർസേഷൻസ് എ ലോട്ട്. അപ്പോൾ ഈ ബസ് ജേണിക്കിടയിൽ അജിത്ത് കംപ്ലീറ്റ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ചും അല്ലേ, അതിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ചും ബോളിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നത്. ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദീസ് കോൺവെർസേഷൻസ് എ ലോട്ട്. നമ്മുടെ സച്ചിനാണെങ്കിലോ ഇത്തരം കോൺവെർസേഷൻസൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. And in fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. It served as a very personal coaching manual. അപ്പം സച്ചിൻ പറയാണ്, നമ്മുടെ അജ്രേക്കർ സർ കൊടുത്ത ട്രെയിനിങ് പോലെ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ അജിത്ത് കൊടുത്തിരുന്ന ഇത്തരം പേഴ്സണൽ കോച്ചിങ്ങും. അതായത് അജിത്ത് ഇങ്ങനെ സംസാരിക്കും, ബാറ്റിങ്ങിനെ കുറിച്ചും ബൗളിങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞ് സച്ചിൻ അതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്തരം കോൺവെർസേഷൻസ് ഇങ്ങനെ കേൾക്കുന്നതിലും ഒക്കെ. അപ്പോൾ എന്താണ് അജിത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, സച്ചിൻ അതെല്ലാം ഇങ്ങനെ കേൾക്കും. അപ്പം അതും ഒരു കുറേ ഒരു പരിധി വരെയും സച്ചിനെ ആ ഒരു ടാലൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 20 and 21 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ലെസൻ്റെ ഒരു ഹാഫ് പോർഷനൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ഒരു 2 ക്ലാസ്സൊക്കെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, എന്താണ് ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് വായിക്കുക, അതല്ലെങ്കിൽ ഫോട്ടോ സൂം ചെയ്തിട്ട് ലെസൺ വായിക്കുക, ഓഡിയോ നന്നായിട്ട് കേൾക്കുക. ഓക്കെ, താങ്ക് യു.